പുരിയിൽ നിന്ന് ഞങ്ങൾ നേരെ പോയത് കൊണാർക്കിലേക്കാണ്. 8 മണിക്ക് മുന്നേ എത്തിയാൽ മാത്രമേ അവിടുത്തെ ലൈറ്റ് ഷോ കാണാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ ധൃതി പിടിച്ചായിരുന്നു യാത്ര. 8:30 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ആളധികം ഉണ്ടെങ്കിൽ 8:30-ക്കുള്ള ഷോ റൺ ചെയ്യാമെന്നവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ആ ലൈറ്റ് ഷോ കാണാൻ സാധിച്ചു. നല്ലൊരു സ്ഥലമായിരുന്നു ഞങ്ങൾക്ക് താമസത്തിനായി ലഭിച്ചത്. അവിടെ ഞങ്ങൾ പാചകത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. കാറിൻ്റെ ഡിക്കി ഞങ്ങളുടെ സ്റ്റോറേജാണ്. ഗോതമ്പ് ദോശയാണ് പ്രഭാത ഭക്ഷണം. ഇത് തത്തയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഭക്ഷണം കഴിക്കാതെ ഓടി മാറുകയായിരുന്നു തത്ത. അപ്പോൾ ഭക്ഷണം കൊടുത്തിട്ടും രക്ഷയില്ല. തത്തയ്ക്ക് കളിക്കാൻ ഒരു കുഞ്ഞു കൂട്ടുകാരനെ കിട്ടി. വേൾഡ് ഹെറിറ്റേജ് ഡേ ആയതുകൊണ്ട് പ്രവേശനം സൗജന്യമായിരുന്നു. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു കൊണാർക്ക് ക്ഷേത്രം സന്ദർശിക്കുക എന്നുള്ളത്. 13-ാം നൂറ്റാണ്ടിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കല്ലിൽ കൊത്തിയെടുത്ത കാവ്യം പോലെയാണ് ഈ ആരാധനാലയം. ക്ഷേത്രം എന്നതിലുപരി ഇന്ത്യൻ വാസ്തുവിദ്യാ വൈഭവത്തിന്റെ നിത്യസ്മാരകമാണ്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള അത്ഭുതമാണ്. ഭീമാകാരമായ രഥത്തിന്റെ ആകൃതിയിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ അടിത്തറയിൽ മനോഹരമായ കൊത്തുപണികൾ ചെയ്ത 24 ചക്രങ്ങൾ കാണാം. ഇവ വെറും അലങ്കാരം മാത്രമല്ല, സൂര്യഘടികാരങ്ങൾ കൂടിയാണ്. ഇതിൽ നോക്കിയാൽ കൃത്യമായ വർഷവും മാസവും സമയവും ദിവസവും വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ധാരാളം കൊത്തുപണികൾ കാണാം. 10 രൂപയുടെ ഇന്ത്യൻ കറൻസിയിൽ ഈ ചക്രം പ്രിന്റ് ചെയ്തിട്ടുണ്ട്. പുരിയിൽ നിന്ന് 39 കിലോമീറ്ററാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ക്ഷേത്രത്തിന് പുറത്തുള്ള സ്ഥലത്ത് പൂജകൾ ചെയ്യുന്നത് കാണാം. ഏറെ ഭക്തിയോടുകൂടിയാണ് എല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്നത്. കൊത്തുപണികൾ ചെയ്തിട്ടുള്ള കരകൗശല വസ്തുക്കൾ പുറത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വാഹനത്തിൽ സ്ഥലമില്ലാത്തതിനാൽ അതൊക്കെ മറന്ന് ഞങ്ങൾ പോന്നു. അടുത്ത ലക്ഷ്യം കൊൽക്കത്തയിലേക്ക്.